നമ്മളോടൊക്കെ പോണേ എയറോളിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പിന്നെ കൊണ്ടോട്ടി ലക്ഷ്യമാക്കി ഇങ്ങനെ പോകുന്നത്. കൊണ്ടോട്ടി അരീക്കോട് പിന്നെ കോടഞ്ചേരി വഴി അങ്ങനെ പോകുന്നത്. ചിറ്റാരഗിരി ഭാഗത്ത് ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അവിടെ വെള്ളം ഉണ്ടാവുമ്പോൾ മഴക്കാലം എല്ലാത്തോണ്ട് വെള്ളം കുറവായിരിക്കും. നമ്മൾ പോയി വെക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ കാഴ്ചകളും എല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇത് നമ്മുടെ സുഹൃത്ത് ഷാഫിയാണ്. ഞങ്ങൾ രണ്ടുപേരാണ് അവിടേക്ക് യാത്ര തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ കോഴിക്കര കഴിഞ്ഞ് കുട്ടിമാർ പറ്റാറായി. അതിൻ്റെ പണി കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കൂടരഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നേരെ പോകുന്നത് നാരങ്ങത്തോട് പിന്നെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കൂടരഞ്ഞിന് നാരങ്ങത്തോട് പോകുന്ന റോഡിലേക്ക് തിരിഞ്ഞ് ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഷാഫിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. നല്ല നൈസ് ഡ്രൈവിംഗ് ആയിരുന്നു. രക്ഷയില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡിൽ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കിലോമീറ്റർ കവർ ചെയ്തു. രാവിലെ ഞങ്ങളൊരു 6:30 മണിക്കാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഏതൊരു സമയം ഏകദേശം ഒരു 8:15 ഒരു 8:45 എങ്ങനെയായാലും ഞങ്ങൾ നാരങ്ങത്തോട് ആ ഭാഗത്തെത്തും. ഇപ്പോൾ കൂടരഞ്ഞൊക്കെ കഴിഞ്ഞു. നാരങ്ങത്തോട് റോഡിൽ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കൊണ്ട് പോകുന്നു. അങ്ങനെ ഞങ്ങളിതാ നാരങ്ങത്തോട് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തെത്തി. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിതാ നാരങ്ങത്തോട് വാട്ടർഫാൾസിൻ്റെ ആ ഭാഗത്തേക്ക് ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തോട്ടോ ഈ വഴിയിലൂടെ മുന്നോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങത്തോട് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തെത്താം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. പാർക്കിങ്ങിന് 12 രൂപ 10 രൂപ എത്ര വാങ്ങി? 10 രൂപ വാങ്ങി. പിന്നെ ഇവിടുന്ന് പിന്നെ നമുക്ക് നടന്നു പോകാനേ സമ്മതിക്കുള്ളൂ. പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ഈ വഴിയിലൂടെ ആ ഭാഗത്തേക്ക് നടന്നു പോകാൻ. വണ്ടി ഈ ഭാഗത്തേക്ക് വിടില്ല. അങ്ങനെ ഞങ്ങളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ട് തുടങ്ങി. നമ്മളെ റൈറ്റ് സൈഡിൽ ഇതാ ഇരവഴിഞ്ഞ് പോയാൽ നമ്മളെ റൈറ്റ് സൈഡിൽ കാഞ്ചന ഈ റൈറ്റ് സൈഡിൽ ഇതെങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ പോയാൽ അവിടെ എത്തും. ഷാഫിയ എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? കുടിക്കാൻ പറ്റുമോ? നമുക്കൊരു 2 ഇഞ്ച് വെള്ളം മതി. ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ആംബിയൻസ്, നല്ല സൂപ്പറായിട്ട് കുളിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം കൂടി ആട്ടത് നാരങ്ങത്തോട് വെള്ളച്ചാട്ടം. ഷാഫി എന്താ പറയാനുള്ളത്? നല്ല നല്ല കുഴപ്പമില്ല. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പില്ലേ? അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ താഴത്ത് വെള്ളച്ചാട്ടം കണ്ടില്ല. അവിടെ നിന്ന് കുറച്ചും കൂടി പിന്നെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കൂടി വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയിലൂടെ അങ്ങനെ അങ്ങോട്ട് കയറി നോക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കണ്ടോട്ട് തന്നെ കുളിക്കും. മുകളിലേക്കൊന്ന് പോയി നോക്കട്ടെ അവിടെ കുളിക്കാൻ പറ്റിയ സ്പോട്ട് ഉണ്ടോയെന്ന്. അപ്പോൾ ഈ പാറക്കെട്ടിൻ്റെ അടിയിലൂടെയൊക്കെ
അങ്ങോട്ട് പോയാലറിയാം കുളിക്കാൻ ഉള്ള ഗ്യാപ്പ് അവിടെ കിട്ടുമെന്നില്ല. അവിടെ ഒന്നും കൂടി വെള്ളം ഉണ്ടാവും, ഒന്നും കൂടി താഴ്ച കൂടുതലുള്ള സ്ഥലമാണ്, ആയം കൂടിയുള്ള സ്ഥലമാണ്. അപ്പോൾ നീന്തൽ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ കുളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണ്ടായിരുന്നു. താഴത്ത് പാർക്കിങ്ങിൽ വണ്ടിയിട്ട സമയത്ത് വെള്ളം മുകളിൽ നിന്ന് വെള്ളം ചാടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങാനും അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ടാവും അവിടെ. ഒരു വഴി ഇതവിടെ കാണുന്നു, പോയി നോക്കാം. അപ്പോൾ മുകളിലേക്ക് ഞങ്ങളിങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ ഒരു വെള്ളം ചാടുന്ന സ്ഥലം കണ്ടിട്ടോ. അപ്പോൾ ഇവിടെ കുളിക്കുക, അതാകുമ്പോൾ നമുക്ക് ആ വെള്ളത്തിലൊരു 10 മിനിറ്റ് അവിടെ നിൽക്കുകയും ചെയ്യുക, ആ ഒരു കുളി കിട്ടുകയും ചെയ്യും. താഴത്താകുമ്പോൾ ഒരു വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു താഴ്ച ഉണ്ട്. പിന്നെ ഇവിടാകുമ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രത്യേക സുഖം തന്നെ ആയിരിക്കും. അതായത് നമുക്ക് ഇവിടെ ഒന്ന് കുളിച്ച് നോക്കാം. ഇവിടെ കുളിച്ചതിന് ശേഷം നമുക്ക് താഴത്തേക്കൊന്ന് പോയി നോക്കുകയും ചെയ്യാം. Constellations may remind me that this life cannot be lost forever. This world will soon be gone, will soon be gone. Can we live for tonight? Run away. Let's run away, run away. Can we get out of sight? Fly away. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ കുളിക്കാൻ പോയി. ഞങ്ങളിവിടെ കുളിച്ചു. നല്ല രസമുള്ള തണുപ്പ്, നല്ല വൈബ്, നല്ല ആഴമുണ്ട്. പിന്നെ അണ്ടർ വാട്ടർ വീഡിയോ ഒന്നും കൂടുതൽ ഇത് ക്ലിയർ കിട്ടുന്നില്ല, കാരണം അത്യാവശ്യം നല്ല ആഴം ഉണ്ടായതുകൊണ്ട് കിട്ടുന്നില്ല. ചെറിയ ആഴമാണെങ്കിൽ നല്ല രസത്തിൽ നല്ല ഭംഗിയിൽ അണ്ടർ വാട്ടർ വീഡിയോ ഒന്നും ചെയ്യായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പൊക്കെ ചാടി കുളിക്കാൻ പറ്റിയ നല്ല ഈ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്, കുളി ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നമ്മളെ പരിസരത്ത് നിന്നൊക്കെ ഒരു 10-70 കിലോമീറ്റർ ഓടണം, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിലൊരു കുളിയും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് പോകാം. ഞങ്ങളെ നാരങ്ങത്തോട് വെള്ളച്ചാട്ടത്തിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി എന്താ നമ്മൾ വണ്ടി വെച്ച ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കട്ടോ. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇനി വേറെ ഏതെങ്കിലും സ്ഥലം കാണാനുണ്ടോ? നേരെ നാട്ടിലേക്ക് തിരിക്കും. ഏതായാലും നല്ല ഒരു സൂപ്പർ സൺഡായിട്ട് ഇന്ന് കിട്ടിയിട്ടോ. നല്ല കുളിയും നല്ല എൻജോയ്മെൻ്റൊക്കെ ഇന്ന് കിട്ടി. എന്താ പറയുക, അവന് ആളൊരു പ്രവാസിയായിരുന്നു, അപ്പോൾ ആൾ 2 ദിവസം മുന്നേ വന്നാണ്. അപ്പോൾ ആളെ സംബന്ധിച്ച് ഇത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ സംബന്ധിച്ച് നല്ലൊരു കുളി, നല്ലൊരു തണുപ്പൊക്കെ കിട്ടി, ആസ്വദിക്കാൻ പറ്റി. ഏതായാലും ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ബായ്.